സ്വർഗത്തിൽ വെച്ച് ആദം അലൈഹിസ്സലാമും ഹവ്വയും റബ്ബിന്റെ കൽപ്പന ലംഘിച്ചതിനു ശേഷം അവർ നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്തു അഅറാഫിലെ 23-ാം ആയത്താണിത്. ഇതേ സൂറത്തിൽ തന്നെ 149-ാം ആയത്തിൽ പശുക്കിടാവിനെ ആരാധിച്ച ശേഷം ബനൂ ഇസ്രായേൽ സമൂഹം നടത്തുന്ന പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാലൂ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടു പ്രാർത്ഥനകളിലും അവർ ചെയ്ത തെറ്റിന് നാഥനോട് പാപമോചനം തേടുകയാണ്. ഇരു പ്രാർത്ഥനകളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആദ്യത്തേതിൽ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ പാപമോചനത്തിന് ശേഷം കാരുണ്യത്തെയും, രണ്ടാമത്തേതിൽ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ കാരുണ്യത്തിന് ശേഷം പാപമോചനത്തെയുമാണ് പ്രതിപാദിക്കുന്നത്. ആദം അലൈഹിസ്സലാം, ഹവ്വ എന്നിവരുടെ പ്രാർത്ഥനയിൽ ആദ്യം മഗ്ഫിറത്തിനെ പ്രതിപാദിക്കുന്നതിൻ്റെ ന്യായമായി പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ആദം അലൈഹിസ്സലാമും ഹവ്വയും ചെയ്ത പാപമെന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു എന്നതാണ്. അവിടെ അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കും. എന്നാൽ ഇസ്രായേലിയരുടെ പാപം ഷിർക്ക് അഥവാ ബഹുദൈവ ആരാധനയാണ്. ഷിർക്ക് ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപത്തിന് പാപമോചനം തേടുന്നതിന് മുമ്പ് കാരുണ്യം ലഭിക്കേണ്ടതുണ്ട്. കാരുണ്യം ലഭിച്ചാൽ മാത്രമേ പശ്ചാത്താപിക്കാനും പാപമോചനം നേടാനും കഴിയുകയുള്ളൂ. അതിനാലാണ് ഈ പ്രാർത്ഥനയിൽ ആദ്യം റഹ്മത്തിനെയും രണ്ടാമതായി മഗ്ഫിറത്തിനെയും ആവശ്യപ്പെട്ടത്.